ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വണ്ടി ഡിഫൻഡർ ഇന്ന് ഒന്ന് നന്നാക്കാൻ കൊടുത്തിരുന്നു. അപ്പം അത് കിട്ടുന്ന ദിവസമാണിന്ന്. നമുക്കൊന്ന് വർക്ക്ഷോപ്പിൽ പോയി നോക്കാം. അതവിടെ നന്നായിട്ടുണ്ടാവുമോ എന്നറിയില്ല, പോയി നോക്കാം. ആ വണ്ടി പോയപ്പോൾ നമ്മുടെ കയ്യിൽ ഈ സൈക്കിൾ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ സൈക്കിൾ എടുത്തന്നെ പോവാം. നേരെ വർക്ക്ഷോപ്പിലോട്ട് കത്തിച്ചു വിടാം. ഓക്കെ, നമ്മുടെ വർക്ക്ഷോപ്പ് അങ്ങനെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. മോഡിഫൈ ചെയ്യാൻ കൊടുത്തിട്ട് ഫുള്ളി മോഡിഫൈ ചെയ്തിട്ടുണ്ട് ഗേസ്. നമുക്ക് ഈ വണ്ടി എടുത്ത് കൊണ്ടുപോവാം. നമ്മളങ്ങനെ വണ്ടി കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണ്ട. നമുക്ക് എങ്ങോട്ടെങ്കിലും വണ്ടി കിട്ടിയ സ്ഥിതിക്ക് ഒരു ടൂറും ഇങ്ങനെ തുടങ്ങാം. നമുക്ക് നമ്മുടെ പുതിയ തുടങ്ങിയ വീട്ടിലോട്ട് പോവാം. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നമ്മളങ്ങനെ എത്താറായിട്ടുണ്ട്. നമുക്കിപ്പോൾ എത്തും. വണ്ടി ഒന്ന് സ്ലിപ്പായി ഗൈസ്. നമുക്കിപ്പം നേരെ കത്തിച്ചു വിടാം. വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ വീട് നേരെ കാണുന്ന വീടാണ്. നമുക്കെന്തായാലും ഈ വീട്ടിലോട്ട് കയറാം. ഈ ഗേറ്റൊക്കെ സെൻസറാണ് ഗൈസ്. നമുക്കെന്താ ഈ കാർ പോർച്ചിൽ വണ്ടി ഇടാം. ഓക്കെ, നമ്മളങ്ങനെ വണ്ടി കാർ പോർച്ചിൽ ഇട്ടിട്ടുണ്ട്. ഈ വീട് നമുക്കൊന്ന് ചുറ്റിക്കാണാം. സ്വിമ്മിംഗ് പൂൾ ഇറങ്ങാൻ പറ്റുമോ? ഇറങ്ങാൻ പറ്റും, നീന്താനൊന്നും പറ്റത്തില്ല ഗൈസ്. നമുക്കിതിൻ്റെ അകത്ത് നോക്കാം. ഇവിടെ ആണെങ്കിൽ ഒരു കോഫിയൊക്കെ കുടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ആണെങ്കിൽ 2 സോഫ ഉണ്ട്. മുകളിലോട്ട് പോയി നോക്കാം. മുകളിലാണെങ്കിൽ ഇവിടെ ഒരു ജിം ഉണ്ടാക്കാൻ പറ്റും. ഇവിടെയൊക്കെ കാലി റൂമാണ് ഗൈസ്. ഇവിടെ ഇരിക്കും, നമുക്ക് ഗെയിമൊക്കെ കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇവിടെ ഇതെന്ത് മാജിക്കാ? ഞാൻ കയറിയിട്ടൊന്നുമില്ലല്ലോ. ഈ വീടിന് എന്തോ പേരബാധ ഉണ്ടെന്ന് തോന്നുകയും വെറുതെ ഇടിച്ച് വീഴ. എന്താണാവോ? വീണ്ടും ഇവിടെ തലടിച്ച് വീണു. നമുക്കെന്തായാലും മേളിലോട്ട് ഒന്നുകൂടി പോയി നോക്കാം. നമുക്ക് ആ ഭാഗത്തേക്ക് അടുപ്പിച്ചൊന്നും പോകണ്ട, അതായത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ തന്നെ മേളിലേക്ക് കയറുന്നുണ്ട് ഗൈസ്. അതെന്താണാവോ? ഓക്കെ, ഇവിടെ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. ഇവിടെയാണെങ്കിൽ ഒരു AC സെറ്റപ്പ് ഉണ്ട്, ഒരു ഷെൽഫും ഉണ്ട്. ഇവിടെയാണ് നമ്മൾ കിടക്കുന്നത് ഗൈസ്. ഇതൊരു ഫാനും ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ഒരു TV ഒക്കെ കാണാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ഒരു കബോർഡുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് എന്തായാലും ഈ സിറ്റി മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങാം. നമ്മളങ്ങനെ സിറ്റി മൊത്തത്തിൽ ചുറ്റിക്കറങ്ങാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ ഡിഫൻഡർ എടുത്ത് പോവാം. ഓക്കെ, നമ്മൾ ഡിഫൻഡറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിഫൻഡർ എടുത്ത് നേരെ കത്തിച്ച് സിറ്റിയിലോട്ട് വിടാം. നമ്മളങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. കുറക്ക് ഗേറ്റേ. ഓക്കെ, ആദ്യം നമുക്ക് നമ്മുടെ കോളനി കാണാൻ പോവാം. വില്ലേജ്. വില്ലേജ് നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് ഗൈസ്. ഇവിടെയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവനിവിടെ ഉണ്ടാവുമോ എന്തോ, പോയി നോക്കാം. അവൻ്റെ വീട് ഈ ചുവപ്പാണ് ഗൈസ്. ഇവിടെ അവന് ഇല്ല ഗൈസ്. ഡോറൊക്കെ പൂട്ടിയാണിട്ടിരിക്കുന്നത്. നമുക്കിത് മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങാം. ഓക്കെ, ഇവിടെ ആണെങ്കിൽ കുറേ തരം കളറിലുള്ള വീട് ഉണ്ട്.
അപ്പം നമ്മൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇനി നമുക്ക് ജുറാസിക് പാർക്കിലോട്ട് പോവാം. അവിടെയാണെങ്കിൽ ഡൈനോസറൊക്കെ ഉണ്ടാവും ഗെയ്സ്. അതെനിക്ക് കുറച്ച് ഭയമാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ പുറത്താണ് ജുറാസിക് പാർക്ക്. നമുക്ക് എന്തായാലും ജുറാസിക് പാർക്കിലോട്ട് കത്തിച്ചു വിടാം. നമ്മൾ ജുറാസിക് പാർക്കിലോട്ട് പോയിക്കൊണ്ട് നിൽക്കുകയാണ് ഗെയ്സ്. ഓക്കെ, നമ്മൾ ജുറാസിക് പാർക്ക് അങ്ങനെ എത്തിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ അകത്ത് കയറാം. എൻ്റെ അകത്ത് കുടുങ്ങിപ്പോവാതിരുന്നാൽ മതിയായിരുന്നു. എനിക്ക് പേടിയുണ്ട് ഗെയ്സ്. എന്നാലും ചെറിയൊരു ധൈര്യം. നമുക്കിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഡൈനോസറൊന്നും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു. ഉണ്ടായാൽ നമ്മളതിനെ വെടിവെച്ച് തീർക്കും ഗെയ്സ്. പിടിച്ചല്ലോ ഡൈനോസർ. ഇവിടെ എന്തായാലും ഇറങ്ങാം. ഫിഷിങ് ഗൺ എടുത്തോ. ഡൈനോസർ നമ്മൾ കണ്ടി തീർത്തോ. ഫയർ 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 ഫയർ. ഓക്കെ, ഡൈനോസർ അങ്ങനെ കത്തിട്ടുണ്ട്. നമുക്ക് വണ്ടി എടുത്ത് വണ്ടി അങ്ങ് മോഡിഫൈ ചെയ്തിട്ടുള്ളായിരുന്നു ഗെയ്സ്. അപ്പോൾ തന്നെ അതിൻ്റെ സൈഡിലത്തെ ഒരു ഡോറ് പോയി. നമുക്കെന്തായാലും എല്ലാ ഡൈനോസറേയും ഇവിടെ നിന്ന് ഞാൻ കൊല്ലും ഗെയ്സ്. ഒരു ഡൈനോസറെ ഞാൻ തീർത്തു. നമുക്കെന്തായാലും വേറെ ഒരു ഡൈനോസറിനെ തപ്പാം. ഇവിടെ എവിടെയും ഡൈനോസർ ഇല്ലല്ലോ. എവിടെയെങ്കിലൊക്കെ കാണുമായിരിക്കും ഗെയ്സ്. ജുറാസിക് പാർക്ക് ഭയങ്കര വലുതാണ്. നമ്മുടെ സിറ്റിയിലാകെ ഒരു വലിയൊരു സ്ഥലം പറഞ്ഞാൽ ജുറാസിക് പാർക്കാണ് ഗെയ്സ്. ഓക്കെ, ഇവിടെ ഒന്നും കാണുന്നില്ല. മൃഗങ്ങളൊക്കെ എവിടെയാണാവോ? നമുക്കെന്തായാലും ഒരു ചുറ്റിക്കാ. അപ്പോത്തിന് ഇടിച്ചു. നാശം. ഈ വണ്ടിക്ക് കൺട്രോളും കിട്ടത്തില്ല. നമുക്കെന്തായാലും ചുറ്റിക്കറങ്ങി നോക്കാം. 2 ഡോറ് പോയി. എന്തെങ്കിലും ആവട്ടെ, നമുക്കൊന്ന് നോക്കാം. ഓടിക്കോ. എനിക്കാണെങ്കിൽ പേടിയായിട്ട് നിൽക്കാൻ വയ്യില്ല. പിന്നെ ഡൈനോസർ 2 ഡൈനോസർ നമ്മൾ കണ്ട് വളം 3 ഇതെന്തോ ഒരു കഷ്ട. എല്ലാത്തിനെയും നമുക്ക് തീർക്കാൻ പറ്റത്തില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒടുങ്ങിപ്പോയോ? എന്തെങ്കിലും ചെയ്ത് നോക്കാം. എനിക്കാണെങ്കിൽ പേടിയായിട്ട് നിൽക്കാൻ വയ്യ. ഇതെന്ത് മേജിക്കാ? ഞാൻ പുറത്ത് പോണേ. ഡൈനോസർ ഇപ്പൊ വരും. പെട്ടെന്ന് പോ. ഇതെന്ത് മേജിക്കാ? കമ്പ്യൂട്ടറിൻ്റെ അപ്പുറത്തെത്തി. എന്താണാവോ? ഏതായാലും നല്ല കാര്യം. നമുക്ക് വീട്ടിൽ പോവാം. എനിക്കാണെങ്കിൽ ഒരു ഭയമുണ്ട്. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. വീട്ടിൽ ചെന്നൊന്ന് കിടന്നുറങ്ങാം. നമുക്കെന്തായാലും വീട്ടിൽ പോവാം. നമ്മുടെ വീട് എവിടെയാ? നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ജുറാസിക് പാർക്ക് കാരണം നമുക്ക് നമ്മുടെ ജീവനെ ആപത്തായിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് നമ്മുടെ ജീവൻ തിരിച്ചു കിട്ടി. നമുക്കെന്തായാലും വീട്ടിലോട്ട് കത്തിച്ചു വിടാം. സൈഡിൽ ബീച്ചൊക്കെയാണ് ഗെയ്സ്. നമുക്കൊന്ന് കുളിച്ചിട്ട് പോകാം. ഓക്കെ, ഇവിടെ നിർത്ത്. ഡൈനോസറൊന്നും ബാക്കിലില്ലല്ലോ. ഡൈനോസറിനെ കമ്പിവേലിയൊന്നും കടക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും കുളിക്കാം. ചാടിക്കോ. എന്തോ ശാന്തം. ഓക്കെ, കുടിച്ചതൊക്കെ മതി. ഇനി നമുക്ക് എന്തായാലും വീട് ഇവിടെ കണ്ടുപിടിക്കാം. വെള്ളമൊക്കെ തോർന്നു പോകുന്നു. ഓക്കെ, വണ്ടി കയറ്. ഞാനെന്താ ഇവിടെ ഇരുന്ന്? ഇതെന്ത് മേജിക്ക്? പലതരം മേജിക്ക്. നമുക്കെന്തായാലും വീട് കണ്ടുപിടിക്കാൻ പോവാ. ഓക്കെ നമ്മളെന്തായാലും റോട്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ജുറാസിക് പാർക്ക് കടക്കാം.
ജുറാസിക് പാർക്കിൻ്റെ എൻട്രൻസിൻ്റെ അവിടെയാണ് ഡ്രൈവർ സെക്ഷൻ ഉണ്ട്. അവിടെ നിന്ന് നേരെ പോയാൽ നമ്മുടെ വീടെത്തും ഗേസ്. നമുക്ക് എന്തായാലും കത്തിച്ച് വിടാം. ഓക്കെ, ഈ വഴിയാണ് നമ്മുടെ വീട്. അപ്പോൾ നമുക്ക് പോകാം. ഇനി കുറച്ച് ദൂരം ഉണ്ട് അവിടേക്ക് എത്താൻ ഗേസ്. അതാണ് എനിക്ക് പേടി. എനിക്കാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട്. എന്നിട്ടൊന്ന് കിടന്നുറങ്ങണം, അല്ലെങ്കിൽ പണിയാവും. വണ്ടി ഡ്രിഫ്റ്റ് ചെയ്തൊക്കെയാണ് ഓടിക്കുന്നത് ഗേസ്. ഇപ്പം കുറച്ച് സമാധാനമുണ്ട്. നേരത്തെ 3 ഡൈനോസറിൻ്റെ മുമ്പിലാണ് നമ്മൾ ചെന്ന് പെട്ടത് ഗേസ്. ഞാൻ വേറെ ഇതൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി. നമുക്കെന്തായാലും വീട്ടിലോട്ട് പോകാം. വീടിപ്പോൾ എത്താറായിട്ടുണ്ട് ഗേസ്. ബൈക്കാരൻ വേറെന്നോ? സോറി, ആ ബൈക്കാരനെ ഒന്ന് ഇടിച്ചിട്ട് ഗേസ് അറിയാറേ. ആ ചേട്ടൻ എന്തെങ്കിലും പറ്റിയാവോ? ബൈക്ക് അവിടെ കിടക്കുന്നുണ്ട്. എന്താ ചെയ്യും? ചേട്ടൻ എന്തെങ്കിലും പറ്റിയാവോ? ചേട്ടാ എനിക്ക് സോറി, അതവിടെ കിടക്കട്ടെ. കിച്ചാ കേൾക്കുന്നില്ല. നമുക്കെന്തായാലും പോവാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ബൈ ബൈ.